ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടി നോക്കാം കേട്ടോ. ഈ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മൾ ആ ഒരു പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും കേട്ടോ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ആർക്കെങ്കിലും അനുഭവം ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടിട്ടോ. കാരണം നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ആ രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ നീർദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് അത് മിക്സാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കാച്ചാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് ചായ കാച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം അടുപ്പത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത്. അങ്ങനെ വേഗം അടുപ്പൊക്കെ ഒന്ന് തീയൂട്ടി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് കത്തി കിട്ടിയാൽ നല്ലൊരു സമാധാനമാണ്. കാരണം അന്നത്തെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ ആയിക്കോളുമല്ലോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാലി ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഈ പാർലേജിൻ്റെ ബിസ്ക്കറ്റില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ചായയിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. അതുകൊണ്ട് ഇവിടെ എന്നും പാർലേജിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അങ്ങനെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോ ബാറ്ററായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊടി വെച്ചിട്ട് ഞാൻ നീർദോശ ഉണ്ടാക്കുന്ന സമയത്ത് അധികം ഇതേപോലെ നീർദോശൻ്റെ ആ ഒരു ഓട്ടകളില്ലേ എല്ലായിടത്തുള്ള ആ ഹോൾസുകൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ അരി അരച്ചിങ്ങാണ്ട് ചുടുന്ന സമയത്ത് ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല എന്ന് പറയുമല്ലോ, അതേപോലെയാണ്. അങ്ങനെ ഞാൻ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ചൊരു പ്രയാസം പോലെ തോന്നി കേട്ടോ. പിന്നെ എണ്ണ നല്ല പോലെ തൂവി കൊടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല പോലെ എണ്ണ തൂവണം, പിന്നെ ഓവറാവും ചെയ്യരുത്, നല്ല പോലെ തീ കത്തും വേണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല ദോശ കിട്ടുള്ളൂ. ഈ ഒരു തീ കത്തുന്നത് എല്ലാ ഭാഗത്തും ആയാൽ മാത്രമേ ദോശ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഗ്യാസ് അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ചെറിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നേരത്തെ ആവണം കേട്ടോ. അങ്ങനെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം വെള്ളം ഒന്ന് കാഞ്ഞതിന് ശേഷം അരിയൊക്കെ കഴുകിയിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗ്യാസ് അടുപ്പിലും കറണ്ട് അടുപ്പിലൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികൾ തീരും കേട്ടോ. അങ്ങനെ മാനേജ് ചെയ്ത് കണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഈ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട്, പക്ഷേ കമൻറ്റൊക്കെ അയക്കൽ കുറവാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു കേട്ടോ. ഇനിയും നിങ്ങൾ ഈ മുന്നോട്ടുള്ള എന്താ പറയുക എൻ്റെ ജേണിയിൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമൻറ്റ് അയക്കാത്തവരും എന്തെങ്കിലും ജസ്റ്റ് ഇമോജിക്കായിട്ട് അയക്കുക കേട്ടോ. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സഫീറ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ സഫീറക്ക് ഹായ് തരുന്നുണ്ട് കേട്ടോ. കാരണം ഓരോരുത്തരിങ്ങനെ കമൻറ്റ് അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എൻ്റെ വീഡിയോ കാണാൻ അതിനിപ്പം പോട്ടെ 2 പേരാണെങ്കിൽ കൂടിയിട്ട് എൻ്റെ വീഡിയോ കാണാൻ 2 പേരുണ്ടല്ലോ എന്നുള്ള സന്തോഷം ഉണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെ നമ്മളെ വീഡിയോസ് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജിയും സന്തോഷമൊക്കെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഞാനൊരു ചട്ടിനി ഉണ്ടാക്കാനായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ദോശക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചട്ടിനിയായിരുന്നേ. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുക കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് പിന്നെ തേങ്ങ അരച്ചിട്ട് പാരുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്താലേ നല്ലൊരു ചട്ടിനി പോലെ ആവും കേട്ടോ. ഇത് ട്രൈ ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ ഞാൻ പെട്ടെന്നൊക്കെ നമുക്ക് ദോശക്കൊക്കെ പത്തിരിക്കൊക്കെ പറ്റിയിട്ടുള്ള കറിയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് അത് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയും ഒരു മുട്ടക്കറി ആക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം പാത്രങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഈ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം സിങ്കും അതേപോലെ പൈപ്പിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം കച്ചറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണേ. ഏതായാലും നോമ്പിൻ്റെ പണിയൊക്കെ ഏകദേശം നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ മൊത്തം കിച്ചൺ അങ്ങോട്ട് ക്ലീൻ ആക്കണം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന ആ കിച്ചൺ മാത്രം റെഡിയാക്കില്ല, ബാക്കിയുള്ള ഗ്യാസ് അടുപ്പൊക്കെ വെക്കുന്ന ഏരിയയും അവിടെ ഒരു റൂമുണ്ട് കേട്ടോ. ഒരു റൂമും അതിൻ്റെ കൂടെ തന്നെ ഒരു റൂം പോലെ ഉള്ളതുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അടുക്കളയിൽ ഏകദേശം പണികൾ കഴിയും. പിന്നെ ഈ ഒരു ചെറിയ അടുക്കള മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ കമ്പിയൊക്കെ ഉപയോഗിച്ച് ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നല്ലപോലെ നീറ്റാക്കിയിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ
ക്ലീനാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കറയൊക്കെ പഠിച്ചുകൊണ്ട് വല്ലാതെ ക്ലീനായി കിട്ടൂല കേട്ടോ. എന്നാലും മാക്സിമം ഞാൻ കുറച്ചൊന്ന് ഹാർഡാക്കിയിട്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സിങ്ക് എപ്പോഴും വൃത്തിയാക്കുന്നത് വെണ്ണൂറ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. നല്ല പോലെ വെട്ടിത്തിളങ്ങുകയും ചെയ്യും. നല്ല എന്താ പറയുക, കാണാനും നല്ല മൊഞ്ചാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ സിങ്കൊക്കെ ഒന്ന് വെണ്ണൂറ് ഉപയോഗിച്ചിട്ട് നമ്മുടെ കമ്പി ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീനാക്കി കൊടുത്തേ. എന്നിട്ട് എല്ലാ റേക്കും അടുക്കളേൻ്റെ മീതനെയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മുറ്റടിച്ചാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാലെന്ന് വെച്ചാൽ ചെറിയനൊക്കെ ഒന്ന് പറഞ്ഞേച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാറുള്ളത് ബാക്കി പണി. അങ്ങനെ ചെറിക്ക് കൊണ്ടുപോകാനുള്ള ഉച്ചയത്തെ ഫുഡൊക്കെ ഒന്ന് ആക്കി കൊടുത്തു കേട്ടോ. ഞാൻ മുരിങ്ങൻ്റെ ഇല തേങ്ങരച്ച് വാർന്നതും പിന്നെ അതിലേക്ക് ഓർക്കാപ്പുളീൻ്റെ അച്ചാറുമാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇന്ന് പിന്നെ കോഴിമുട്ട പൊരിക്കാനോ മീനൊന്നും ഇല്ലായിരുന്നേ, അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് തമാശകൾ കുറേ ഉണ്ടാവും കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫുഡ് റെഡിയാക്കുന്നതിൻ്റെ ഇടയിലാണ് ചെറിയ ചായ കുടിച്ചത്. അപ്പോൾ എനിക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, ചെറിയ കഴിച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റിൽ തന്നെ വേഗം ഇട്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ഇത് പണ്ടത്തെ വീടായതുകൊണ്ടേ ഇവിടെ പണ്ട് കാലങ്ങളിൽ വാങ്ങി വെച്ചിട്ടുള്ള കുറേ പ്ലേറ്റും കുപ്പിയും പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ എല്ലാ റമദാനിനും എടുത്തിട്ട് ഒന്ന് കഴുകി വെക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ മൊത്തം എടുത്തിട്ട് കഴുകി ഉപയോഗിച്ച് പിന്നെ മൊത്തം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒരു ബേസിലാക്കിയിട്ട് എടുത്ത് വെക്കും കേട്ടോ. അത് ഞാൻ തലേന്ന് തന്നെ ക്ലീൻ ആക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ഇന്നാണ് കേട്ടോ വെയിലത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കുന്നത്. അങ്ങനെ അത് അവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് ചിക്കി കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ വന്നിട്ട് നമ്മളെ കിടന്നിട്ടുള്ള ആ ഒരു തലയണയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത്. ഇടയ്ക്കൊക്കെ നമ്മളെ തലയണയ്ക്ക് ഒന്ന് കൊട്ടിക്കൊടുത്ത് ഒന്ന് ഉത്സാഹപ്പെടുത്തിയാലേ ആ ഒരു തലയണയ്ക്ക് മനസ്സിലാവും കേട്ടോ. അവരെ എനർജി ഉണ്ടാവും കേട്ടോ. നമ്മൾ കിടക്കുന്ന ബെഡായിക്കോട്ടെ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഒന്ന് നീറ്റാക്കിയിട്ട് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വരുമ്പം നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ റമദാനിലെ അടുക്കളയിൽ എന്താ പറയുക നെഞ്ചുളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാക്കിൻ്റെ മുകളിൽ പണ്ട് കാലങ്ങളിൽ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് പിന്നെ അവിടെയൊക്കെ ചെതൽ നല്ല പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ മാറാലൊക്കെ തട്ടി ആ ഒരു റാക്കിൻ്റെ മുകളിൽ വെക്കേണ്ട പാത്രങ്ങളൊക്കെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഇതുപോലത്തെ ഒരു മേശ ഒന്ന് തുടച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പേപ്പർ വിരിച്ച് അവിടെ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ആ റൂമൊന്ന് അങ്ങോട്ട് തുടച്ചിട്ടിട്ടോ. അവിടെയാണ് നമ്മൾ ഫ്രിഡ്ജും വെക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജ് പിന്നെ ക്ലീനിങ് ഞാൻ ലാസ്റ്റാണ് ചെയ്യുന്നത് കേട്ടോ. അത് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഇതിന് അറ്റാച്ച്ഡ് ആയിട്ട് വേറൊരു റൂമുണ്ട് കേട്ടോ. അവിടെയാണ് റാക്കിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പിയും പാത്രവും പൊടികളും സംഭവങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം എടുത്തൊഴിവാക്കിട്ടോ. നമുക്ക് ശരിക്കില്ലേ ഒരു ക്ലീനിങ് തുടങ്ങുമ്പോഴേ ഫുള്ള് പ്ലാനിങ് ഉണ്ടാവണം കേട്ടോ. ആദ്യം ഒരു റൂം എടുത്തിട്ട് അവിടെ ഇന്ന ഏരിയ എടുത്തതിന് ശേഷം അവിടെ ക്ലീൻ ആക്കിയിട്ട് ആ സാധനങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും അടുത്ത ഏരിയ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഈസി ആവും കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാം കൂടി വലിച്ച് വാരിയിട്ടിട്ട് പിന്നെ ഒക്കെ കൂടി ഒരുമിച്ച് എടുത്തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ മടി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഏരിയ മാത്രം തിരഞ്ഞെടുത്തിട്ട് അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ബാക്കിയുള്ള ഏരിയയും കൂടി എടുത്താൽ മതിയേ. ഇതിപ്പോൾ ഞാൻ വേണമെന്ന് വെച്ചിട്ട് വേഗം വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഉള്ളിലൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കുക. ചെറിയ കുഞ്ഞു ടാസ്ക് നമ്മളോട് തന്നെ ചെയ്താലേ നമ്മളെ പണികൾ പെട്ടെന്ന് തീരും കേട്ടോ. ആദ്യം തന്നെ റാക്കുമേലെ പേപ്പറും പാത്രങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് മുകളിലുള്ള മാറാലൊക്കെ ഒന്ന് തട്ടി അതിന് ശേഷം പുതിയൊരു പേപ്പർ വിരിച്ചിട്ടാണ് ഈ കുപ്പികളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളേൻ്റെ കോലം ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയയും കൂടി നല്ല പോലെ കച്ചറാന്ന് വെച്ചാൽ മാറാല അത്യാവശ്യം തോനുണ്ട് കേട്ടോ. ഇവിടെയാണ് പെട്ടെന്ന് മാറാല പിടിക്കാറുള്ളത്. അങ്ങനെ ആ മാറാല തട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ വീണിട്ട് ഓവർ പണി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഇടയിലും നിങ്ങൾക്കിപ്പോൾ ശരിക്കും മനസ്സിലാവും കേട്ടോ എത്രത്തോളം പൊടി ഉണ്ടെന്നുള്ളത്. കാരണം നമ്മൾ അടുപ്പ് തീയൂട്ടുന്ന സമയത്ത് അതിൻ്റെ കരിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ മാറാല തട്ടി വെച്ചിട്ട് തട്ടുന്ന സമയത്ത്
ഒക്കെ ഇതാ നിലത്ത് വീണിട്ടുണ്ടാവും കേട്ടോ. ഇതാ ഇത്രയും പൊടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല പൊടിയുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര അലർജീൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഓവറായിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പം ഇന്ന് രാത്രി ചിലപ്പോൾ തുമ്മാനും തുടങ്ങും കേട്ടോ. അങ്ങനെ തുമ്മൽ എന്ന് വെച്ചാൽ കൂടുതലായിട്ടല്ല, പക്ഷേ വേഗം പെട്ടെന്ന് അലർജി പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കരുതിക്കാണ്ടൊക്കെയാണ് കേട്ടോ ക്ലീൻ ആക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്ക് അലർജി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ കുറേയൊക്കെ ഒന്നും എന്താ പറയുക മെയിൻ്റെ ആക്കാറില്ല കേട്ടോ. മെയിൻ്റെ ആക്കാത്തത് കൊണ്ട് തന്നെ കൂടുതൽ എന്നെ ബാധിക്കാറില്ല കേട്ടോ. പണ്ടൊക്കെ എനിക്ക് അലർജി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നല്ല അതിനെ എന്താ പറയുക ഒരു പേടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഇടങ്ങാറായിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ച് അങ്ങോട്ട് മെയിൻ്റെ ആക്കാതെക്കാം എന്നാൽ ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇവിടെ മുക്കിലും മൂലയിലും ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും ഇതേപോലെ തട്ടിക്കൊട്ടി അടിച്ചാരി എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്ത് ലാസ്റ്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇതാ മൊത്തം വാരി കോരിയിട്ട് കൊണ്ടുപോയിട്ട് ആളുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണിയാണ് തുടക്കൽ കേട്ടോ. ഈ തുടക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര പണിയായിരിക്കും. കാരണം ഒന്നും രണ്ട് പ്രാവശ്യം ഒന്നല്ല തുടക്കേണ്ടത്, 4-5 പ്രാവശ്യം തുടച്ചാലേ അങ്ങോട്ട് ക്ലീൻ ആയി കിട്ടുള്ളൂ കേട്ടോ. ഇതുപോലത്തെ പണ്ടത്തെ വീട്, ഓടിട്ട വീട്, ഇവിടെയൊക്കെയാണ് എന്താ പറയുക ക്ലീൻ ആക്കാൻ കൂടുതലുണ്ടാവുക കേട്ടോ. ഈ രണ്ടടുക്കളയിലും ഞാൻ നല്ല പോലെ വെള്ളം പാർന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ഈർക്കിളി ചൂല് ഉപയോഗിച്ചിട്ട് അടിച്ചാരി വൃത്തിയാക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിലമൊക്കെ നല്ലപോലെ നീറ്റാവും കേട്ടോ. ഈ നിലത്ത് കറുപ്പ് കാവി ഇട്ടിട്ട് ഇപ്പം കാവിയൊക്കെ പോയി അങ്ങനെയൊക്കെ സിമെൻറ്റ് പോലെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കണേ. എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പില്ലേ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് രാവിലെ തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ. അതിന് ശേഷം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് എപ്പോഴെങ്കിലും ഒന്ന് ടയേർഡ് ആവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആദ്യം ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് വേണം ക്ലീനിങ്ങിന് ഇറങ്ങാനെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ മല്ലിയും മുളകും പാത്രങ്ങളും കുപ്പികളൊക്കെ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എടുത്തിട്ട് ഇന്ന് മില്ലിൽ പോകണം കേട്ടോ. അപ്പോൾ മില്ലിൽ പോകാൻ വേണ്ടിയിട്ട് മല്ലി വറുക്കാണ്. അപ്പം മല്ലി വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടത് കറിവേപ്പില, പെരിഞ്ചീരകം, മഞ്ഞളിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ. ഇതുപോലത്തെ കഷ്ണങ്ങളെ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇളം ചൂടിൽ നമ്മളിതൊന്ന് വറുത്തെടുക്കും കേട്ടോ. അതിന് ശേഷം ഇതാ ഞാൻ ഈ വറുത്ത മുളകും മല്ലി ഉണ്ടല്ലോ അതൊക്കെ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മില്ലിലെത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ മില്ല്. അങ്ങനെ മില്ലിലേക്ക് പോകുന്നതാണ് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വൈകുന്നേരമാണ് കേട്ടോ മില്ലിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരുപാട് അധ്വാനിച്ചിട്ട് പിന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ സന്തോഷമല്ലേ. ആ ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഇന്ന് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.